1,00,000 രൂപ ഫൈൻ അടച്ച് സച്ചിക്ക് തന്റെ കാർ സ്റ്റേഷനിൽ നിറക്കണം. അതിനുവേണ്ടി അച്ഛമ്മ കൊടുത്ത 2 ലക്ഷത്തിന്ന് 1,00,000 രൂപ അച്ഛന്റെ നിർബന്ധത്തിന് വഴങ്ങി ചന്ദ്രമതിക്ക് കൊടുക്കേണ്ടി വരികയാണ്. ആ 1 ലക്ഷവുമായി സച്ചിയും രേവതിയും സ്റ്റേഷനിലേക്ക് ആ രാത്രി തന്നെ വരുന്നുണ്ട്. ഇതാ സർ കാശ്, എന്റെ കാറ് തായെന്ന് സച്ചി പറയുമ്പോ കാറിന്റെ കീ സച്ചിയുടെ കയ്യില് പോലീസ് കൊടുക്കുന്നുണ്ട്. ഈ കാശ് എന്റെ അച്ഛമ്മ അധ്വാനിച്ചുണ്ടാക്കിയ കാശാണ് എന്ന് പറഞ്ഞ സച്ചി കാർ എടുക്കാനായി പോവുകയാണ്. മേഡം, ഒത്തിരി താങ്ക്സ് ഉണ്ട്, ഞങ്ങളുടെ കാറ് തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞ് രേവതി ആ വനിതാ കോൺസ്റ്റബിളിനോട് നന്ദിയൊക്കെ പറയുന്നുണ്ട്. ആ സമയം സച്ചിയാണെങ്കിൽ തന്റെ കാറ് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ്. ശേഷം ഒരു തുണിയെടുത്ത് കാറൊക്കെ തുടച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. സച്ചി കാറിൽ കയറി അത് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോ കാർ സ്റ്റാർട്ടാവുന്നില്ല. പിന്നീട് ഒരു മെക്കാനിക്കിനെ കോൾ ചെയ്ത് വരുത്തുകയാണ്. മെക്കാനിക് ചെക്ക് ചെയ്ത് വണ്ടി വളരെ മോശം കണ്ടീഷനിലാണ്, ഇതിന്റെ പാർട്സ് ഒക്കെ ഡാമേജ് ആയിട്ടുണ്ട്, ശരിയാക്കാൻ ഒരുപാട് പണം വേണമെന്ന് അയാൾ പറയുകയാണ്. ഞാൻ ആ SIയെ ഇത് ചോദിച്ചിട്ടേ വിടൂ, എന്റെ കാറിനെ ഈ അവസ്ഥയിലാക്കി വെച്ചിട്ട് അയാളെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് സച്ചി സ്റ്റേഷനിലേക്ക് ഓടിക്കയറുകയാണ്. പക്ഷേ രേവതി പിന്നാലെ വന്ന് സച്ചിയെ തടയുന്നുണ്ട്. വേണ്ട, ഇനിയൊരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞ് സച്ചിയെ കയ്യിൽ പിടിച്ച രേവതി തടയുകയാണ്. അതെങ്ങനെ ശരിയാവും, ഇതിന് അയാൾ തന്നെ എനിക്ക് മറുപടി തരണം. അങ്ങനെ സച്ചി പറയുമ്പോ മെക്കാനിക്ക് വന്ന് നിങ്ങളുടെ ഭാഗത്ത് തന്നെയാ ന്യായം, പക്ഷേ പോലീസിന്റെ അടുത്ത് പോയിട്ടൊന്നും കാര്യമില്ല, വണ്ടി ഷെഡിലേക്ക് തള്ളണം എന്നൊക്കെ മറുപടി കൊടുക്കുന്നുണ്ട്. തെറ്റ് ചെയ്തവർക്ക് ദൈവം ശിക്ഷ കൊടുത്തോളും, നമുക്ക് പോകാം വായെന്ന് പറഞ്ഞ് രേവതി സച്ചിയെ കൂട്ടിക്കൊണ്ടുവരികയാണ്. പിന്നീട് സച്ചിയും രേവതിയും ശ്രീകാന്തും രേവതിയുടെ അനിയത്തിയൊക്കെ ആ കാറ് തള്ളിക്കൊണ്ട് റോഡിലൂടെ വരികയാണ്. അതിനിടയിൽ ശ്രീകാന്ത് അനിയത്തിയോട്, അല്ല, സച്ചിയെ കല്യാണം കഴിച്ചുകൊണ്ടാണ് ഏട്ടത്തി കാറ് തള്ളുന്നത്, അല്ല നീ എന്തിനാ ഈ കാറ് തള്ളുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. എന്റെ ചേച്ചിക്കൊരു പ്രശ്നം വന്നാ അത് എന്റെയും കൂടി പ്രശ്നമാണെന്ന് അവൾ അതിന് മറുപടി കൊടുക്കുന്നുണ്ട്. ഞാനും ശ്രീകാന്തും തള്ളിക്കൊള്ളാം, നിങ്ങൾ നടന്നോ എന്ന് പറയുകയാണ് സച്ചി. നിങ്ങൾ രണ്ടുപേരും മാത്രം എങ്ങനെ തള്ളുമെന്ന് രേവതി ചോദിക്കുമ്പോ സച്ചി രേവതിയെ തന്നെ നോക്കുകയാണ്. നിന്നെ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുത്തിയല്ലേ, നീ എന്തിനാ നാട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് വന്നത്? അങ്ങനെ സച്ചി അവളോട് ചോദിക്കുകയാണ്. നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞിട്ടും ഞാൻ എങ്ങനെ അവിടെ സമാധാനമായിട്ട് കഴിയും? അങ്ങനെ രേവതി പറയുമ്പോ, ഏട്ടാ, ആ കമ്മീഷണറുടെ വൈഫിനോട് ഏട്ടത്തി പൊട്ടിക്കരഞ്ഞോണ്ടാണ് അവരുടെ മനസ്സലിഞ്ഞത്, പാവ ഏട്ടത്തി ഒരുപാട് പേടിച്ചു എന്നൊക്കെ ശ്രീകാന്ത് സച്ചിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നാട്ടിൽ നിന്ന് വന്നിട്ട് നീ വല്ലതും കഴിച്ചോ രേവതി? അങ്ങനെ സച്ചി രേവതിയോട് ചോദിക്കുന്നുണ്ട്. ഞാൻ ഏട്ടത്തിയെ കഴിക്കാൻ വിളിച്ചതാ, പക്ഷെ ഏട്ടനെ പുറത്തു കൊണ്ടുവരാതെ ഒന്നും കഴിക്കില്ലെന്ന് ഏട്ടത്തി വാശി പിടിച്ചു. അങ്ങനെ ശ്രീകാന്ത് പറഞ്ഞത് കേട്ട് സച്ചി രേവതിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. നിനക്ക് എന്തെങ്കിലും കഴിച്ചൂടായിരുന്നോ? അങ്ങനെ സച്ചി ചോദിക്കുമ്പോ, നിങ്ങളും രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ലല്ലോ? അങ്ങനെ തിരിച്ചു ചോദിക്കുകയാണ് രേവതി. ശരി, നിനക്ക് നല്ല ക്ഷീണമുണ്ട്, നീ കാറ് തള്ളണ്ട, ഞാൻ ഒറ്റയ്ക്ക് തള്ളിക്കൊള്ളാമെന്ന് സച്ചി പറയുമ്പോ, അതൊന്നും വേണ്ട, പൂകെട്ടുന്ന കയ്യാ ഇത്, എന്റെ കൈക്ക് നല്ല ബലമൊക്കെയുണ്ട് എന്ന് പറഞ്ഞ് രേവതി വീട്ടിലേക്ക് കാറ് തള്ളിക്കൊണ്ടുവരികയാണ്. അതേസമയം എടാ, എന്റെ 1 ലക്ഷം പോയി എന്ന് പറഞ്ഞ് ആകെ ടെൻസ്ഡ് ആവുകയാണ് ചന്ദ്രമതി. ഇനിയും 1 ലക്ഷം ബാക്കിയില്ലേ അമ്മേ? അങ്ങനെ പറഞ്ഞ് സുധി അവരെ സമാധാനിപ്പിക്കുന്നുണ്ട്. ആ 1 ലക്ഷം കൊണ്ട് എന്ത് ചെയ്യാനാടാ? 10 പവനെങ്കിലും ശ്രുതിക്ക് എടുത്തു കൊടുക്കണ്ടേ? ഇനി 1 ലക്ഷം ഉണ്ടാക്കണം. അങ്ങനെയൊക്കെ ചന്ദ്രമതി പറയുമ്പോഴേക്കും സച്ചിയും രേവതിയും ശ്രീകാന്തും ഒക്കെ ആ വീട്ടിലേക്ക് കയറുകയാണ്. എന്താടാ, കാർ എടുത്തോ എന്ന് ചോദിച്ച് അച്ഛൻ ഓടിയെത്തുന്നുണ്ട്. കാറ് കിട്ടി അച്ഛാ, പക്ഷെ അത് സ്റ്റാർട്ടാവുന്നില്ല, പോലീസുകാര് അതൊക്കെ ഡാമേജ് ആക്കി വെച്ചു, ഞങ്ങള് കാറ് തള്ളിയാ കൊണ്ടുവന്നത് എന്നൊക്കെ രേവതി അച്ഛന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കേട്ട് ചന്ദ്രമതി, പിന്നെന്തിനാ ആ കാറ് ശരിയായില്ലെങ്കിലേ അത് വല്ല കായലും കൊണ്ട് തള്ളിയിട്ട് വരണായിരുന്നു, അതിന് എന്റെ 1 ലക്ഷം രൂപ കൊണ്ട് കളഞ്ഞില്ലേ എന്നൊക്കെ പറയുകയാണ്. ദേഷ്യം വന്ന സച്ചി, നിങ്ങളുടെ കാലിന് ഒരു വേദന വന്ന ഞങ്ങളൊക്കെ കൂടി അമ്മയെ കായലിൽ കൊണ്ടുപോയി തള്ളണോ? എന്റെ കാറിനെ പറ്റി ഇനി ഒരു അക്ഷരം മിണ്ടി പോകരുതെന്ന് സച്ചി പറയുന്നുണ്ട്. കാറ് ശരിയാക്കാൻ ഇനി എത്ര കാശ് വേണ്ടിവരുമെന്ന് അച്ഛൻ ചോദിക്കുമ്പോ 1 ലക്ഷം രൂപ വേണ്ടിവരുമെന്ന് ശ്രീകാന്ത് മറുപടി കൊടുക്കുന്നുണ്ട്. എന്നെ നിങ്ങൾ നോക്കണ്ട, ബാക്കിയുള്ള 1 ലക്ഷത്തിന് സുധിയുടെ കല്യാണ ചെലവിനുള്ളതാണ്. അങ്ങനെ ചന്ദ്രമതി പറയുകയാണ്. അച്ഛ, ബൈക്കിന്റെ RC ബുക്ക് വെച്ച് ഞാൻ പണം വാങ്ങിക്കോളാം. അങ്ങനെ പറഞ്ഞ് സച്ചി വെള്ളമൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ട്. രാശിയില്ലാത്തവളെ കൂടെ കൂട്ടിയാ ഇങ്ങനെ തന്നെ സംഭവിക്കും. അങ്ങനെ രേവതിയെ നോക്കി പറയുകയാണ് ചന്ദ്രമതി.
എന്താടി നീ പറഞ്ഞെന്ന് ചോദിച്ച് അച്ഛൻ ചന്ദ്രമതിയുടെ വായടപ്പിക്കുന്നുണ്ട്. സച്ചി, RC ബുക്ക് വെച്ച് 1 ലക്ഷം രൂപയൊന്നും കിട്ടില്ല. ഒരു കാര്യം ചെയ്യാം. ഏതിൽ കൈവയ്ക്കരുതെന്ന് ഞാൻ കരുതിയോ അതിൽ തന്നെ നമുക്ക് കൈവയ്ക്കാം. വീടിന്റെ പ്രമാണം ഇരിപ്പുണ്ടല്ലോ, അത് വെച്ച് പണം വാങ്ങാം എന്ന് അച്ഛൻ പറഞ്ഞത് കേട്ട് ചന്ദ്രമതി ആകെ ഞെട്ടിയിരിക്കുകയാണ്. വീടിന്റെ പ്രമാണം താൻ നേരത്തെ പണയം വെച്ചത് ഇന്നത്തോടെ എല്ലാവരും അറിയുമെന്ന് ചന്ദ്രമതിക്ക് മനസ്സിലാവുകയാണ്. സച്ചി, ആ പ്രമാണം വെച്ച് ഞാൻ നിനക്ക് പണം വാങ്ങിത്തരാം. അങ്ങനെ അച്ഛൻ സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട്. വേണ്ട വേണ്ട, അവൻ ബൈക്ക് വെച്ച് തന്നെ പണം ഉണ്ടാക്കിക്കോളും എന്ന് പറയുകയാണ് ചന്ദ്രമതി. അച്ഛൻ എന്തായി പറയുന്നേ? വെറും 1 ലക്ഷത്തിന് വേണ്ടി വീടിന്റെ പ്രമാണമൊന്നും വയ്ക്കണ്ട. അങ്ങനെ സ്തുതി വന്ന് പറയുമ്പോ, എടാ നീ ആദ്യം എനിക്ക് തരാനുള്ള 25 ലക്ഷം രൂപ താടാ, അത് വെച്ച് ഞാൻ കാറ് ശരിയാക്കിക്കോളാം. എന്താ നിനക്ക് തരാൻ പറ്റില്ലേ? എന്നാലേ മിണ്ടാതെ അടങ്ങിയിരുന്നോണം. അങ്ങനെ സച്ചി അവന് മറുപടി കൊടുക്കുന്നുണ്ട്. അവസാനം അച്ഛൻ പ്രമാണം എടുക്കാനായി എഴുന്നേറ്റ് പോവുകയാണ്. അതൊന്നും പറ്റില്ല അങ്ങനെ പറഞ്ഞ് ചന്ദ്രമതി അയാളെ തടയുന്നുണ്ട്. ചന്ദ്രേ, നിന്റെ കയ്യിൽ നിന്ന് നേരത്തെ ഞാൻ 1 ലക്ഷം വാങ്ങിക്കൊടുത്തില്ലേ? ബാക്കി 1 ലക്ഷത്തിന് നിനക്ക് കല്യാണ ചെലവുണ്ടെന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് ഈ ഒരു മാർഗം മാത്രമേ എന്റെ മുന്നിലുള്ളൂ എന്ന് പറയുവാണ് അച്ഛൻ. ആകെ ബാക്കിയുള്ളത് ഈ വീടാണ്, അതിൽ കൈവയ്ക്കാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ചന്ദ്രമതി അയാളെ തടയുന്നുണ്ട്. ചന്ദ്രേ, സച്ചി കാറില്ലാതെ എന്ത് ചെയ്യാനാ? അവന് ഒരുപാട് കടമൊക്കെയുണ്ട് എന്ന് അച്ഛൻ പറയുമ്പോ, ലോൺ അടച്ചില്ലെങ്കിലേ വീട് തന്നെ പോവും എന്ന് പറയുവാണ് ചന്ദ്രമതി. 3 ലക്ഷം രൂപയല്ലേ അമ്മേ അച്ഛൻ വീട് പണയം വെക്കുന്നത്? അത് പെട്ടെന്ന് അടച്ചങ്ങ് തീരും, വീടൊന്നും പോകില്ല എന്ന് പറഞ്ഞ് ശ്രീകാന്ത് മറുപടി കൊടുക്കുവാണ്. ഇല്ല, നിങ്ങൾ 3 പേർക്കും സ്വത്തായിട്ടുള്ളത് ഈ വീട് മാത്രമാണ്. ഈ വീട് എന്റെ അച്ഛൻ എനിക്ക് വേണ്ടി പണി കഴിപ്പിച്ചതാണ്. ഈ വീടിന് ഒരു പ്രശ്നവും വരാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെയൊക്കെ ചന്ദ്ര പറയുന്നുണ്ടെങ്കിലും അച്ഛൻ അതൊന്നും മൈൻഡാക്കിയില്ല. സച്ചി, നീ നാളെ തന്നെ ഈ പ്രമാണം വെച്ചിട്ട് പണം വാങ്ങിച്ചോടാ. നീ ഇവിടെ തന്നെ നിക്ക്, ഞാനത് എടുത്തോണ്ട് വരാം. അങ്ങനെ പറഞ്ഞ അച്ഛൻ റൂമിലേക്ക് നടക്കുകയാണ്. നിൽക്ക് നിൽക്ക് എന്ന് പറഞ്ഞ് ചന്ദ്രമതി വാതിൽക്കൽ വന്ന് അച്ഛനെ കയറാൻ അനുവദിച്ചില്ല. പറ്റില്ലെന്ന് നിങ്ങളോട് പറഞ്ഞതല്ലേ, ഇപ്പൊ എന്താ നിങ്ങളുടെ പ്രശ്നം? കാറ് ശരിയാക്കാൻ പണം വേണം, അത്രയല്ലേ ഉള്ളൂ. ശരി നിക്ക്, ഞാൻ ഇപ്പൊ വരാം. അങ്ങനെ പറഞ്ഞ് ചന്ദ്ര അകത്തേക്ക് പോവുകയാണ്. അവരുടെ അച്ഛന്റെ പ്രമാണമൊന്നും എനിക്ക് വേണ്ട അച്ഛാ, ഞാൻ എന്റെ ബൈക്ക് വെച്ച് പണം വാങ്ങിക്കോളാം എന്നൊക്കെ സച്ചി അച്ഛനോട് പറഞ്ഞെങ്കിലും അച്ഛൻ അതിന് സമ്മതിച്ചില്ല. ചന്ദ്രമതി അലമാര തുറന്ന് അച്ഛമ്മ കൊടുത്ത ബാക്കി 1 ലക്ഷം രൂപ എടുത്തോണ്ട് അവിടേക്ക് വരുന്നുണ്ട്. ഇതാ നിങ്ങളുടെ അമ്മ തന്ന പണം, ഈ കാശ് വെച്ച് കാറ് നന്നാക്കാൻ പറ ഇവനോട്. ഈ കാശ് വാങ്ങിക്കാൻ അവരോട് പറയ്. അങ്ങനെ ചന്ദ്രമതി ആ കാശ് സച്ചിക്ക് നേരെ നീട്ടുന്നുണ്ട്. ചന്ദ്രേ, നിനക്ക് സ്വയം ഇങ്ങനെ പറയാൻ തോന്നിയല്ലോ, വളരെ സന്തോഷം. സച്ചി, നീ ആ കാശ് വാങ്ങിക്കടാ. അങ്ങനെ അച്ഛൻ പറഞ്ഞപ്പോ സച്ചി രേവതി അടുത്തേക്ക് വിളിക്കുവാണ്. രേവതി, ആ കാശ് നീ വാങ്ങിക്ക്, നമ്മുടെ അച്ഛമ്മ കൊടുത്ത പണാണ്, നീ ധൈര്യമായിട്ട് വാങ്ങിച്ചോ. അങ്ങനെ സച്ചി പറഞ്ഞത് കേട്ട് രേവതി ആ കാശ് വാങ്ങിക്കുന്നുണ്ട്. ചന്ദ്രമതി ആണെങ്കിൽ രേവതിയെ കണ്ണുരുട്ടി നോക്കിക്കൊണ്ട് ആ കാശ് കൊടുക്കുകയാണ്. അങ്ങനെ സച്ചിയും രേവതിയും ആ കാശും വാങ്ങി റൂമിലേക്ക് പോകുന്നു. അമ്മേ, ഇനി ശ്രുതിക്ക് എങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുക്കും? അങ്ങനെ ശ്രുതി ചന്ദ്രമതിയോട് ചോദിക്കുകയാണ്. എടാ, പ്രമാണം നമ്മൾ പണയം വെച്ച് കാശ് വാങ്ങിയ കാര്യം എല്ലാവരും അറിയില്ലേ? അതുകൊണ്ടാണ് ഞാൻ ഈ 1 ലക്ഷം രൂപ കൂടി കൊടുത്തത്. ഇനി കല്യാണം നടത്താൻ വേറെ മാർഗം ആലോചിക്കണം എന്നൊക്കെ ചന്ദ്രമതി പറയുകയാണ്. ആ സമയത്ത് രേവതി അതിലൂടെ നടന്നു പോകുന്നുണ്ട്. ഇവളെ ഏത് നേരത്താണോ ഈ വീട്ടിലേക്ക് കാലെടുത്തു വെച്ചത്, അതോടെ വീട്ടിലിരിക്കുന്ന എല്ലാ കാശും പോയി എന്നൊക്കെ ചന്ദ്രമതി പറയുന്നത് രേവതി മാറി നിന്നും കേൾക്കുന്നുണ്ട്.